ഹായ്, പുതിയൊരു വീട്ടു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എമ്പുരാൻ്റെ ടീസർ റിലീസായിട്ടുണ്ട്. അതിൻ്റെ ഒരു റെസ്പോൺസ്, ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നില്ല, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അല്ലാതെ നമുക്ക് കണ്ടിട്ട് എങ്ങനെ എനിക്ക് അത് തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ടീസർ റിലീസാക്കുന്നതിന് മുമ്പ് അവരൊരു പോസ്റ്റർ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നുമില്ല, ആൾക്കാരൊന്നുമില്ല, എന്നാൽ ക്വാളിറ്റി പോസ്റ്റർ. ആ പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ട്രെയിലർ എങ്ങനെ നിൽക്കുമെന്ന് മനസ്സിലാവും. പക്ഷേ അതേപോലെ വളരെ നല്ല കിടില സിനിമയെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2015 മുമ്പും 15 ശേഷം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് 15 മുമ്പ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ സിനിമകൾ എടുക്കുന്ന ശങ്കർ, ഇപ്പം പുള്ളിക്കാരച്ച് ഡൗണാ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ബാഹുബലി ഇറങ്ങിയപ്പോൾ അതിൻ്റെ വിഷ്വൽ, ബാഹുബലി ഫസ്റ്റ് ഇറങ്ങിയപ്പം അതിൻ്റെ വിഷ്വൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം KGF ഇറങ്ങി. മൊത്തം തെലുങ്കന്മാരായിരുന്നു. ലോകേഷ് വന്ന് വേറെ നല്ല കിടിലൻ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടുവന്ന് അത് വിക്രത്തിനകത്തൂടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ലിയോയ്ക്കകത്ത് ഇത് വേറൊരു മേക്കിംഗ് സ്റ്റൈലായിരുന്നു. അപ്പോൾ അതുപോലെ ഒരെണ്ണം മലയാളത്തിലില്ല. മലയാളത്തിൽ സാധാരണ അവർ നോർമൽ എടുക്കുന്ന ഷോട്ടും പിന്നെ പുതിയ പുതിയ നല്ല ഡയറക്ടർമാർ വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ഒരു നമുക്ക് പറ്റിയ ഒരു മാസ് ഒരു പടം എന്ന് വെച്ചാൽ അത്രയും ഒരു പടം ഇറങ്ങിയിട്ടില്ലായിരുന്നു ഇതുവരെ. പക്ഷേ എല്ലാവരും കാത്തിരുന്നതെന്ന് പറഞ്ഞാൽ എമ്പുരാൻ അതേപോലത്തെ ഒരു പടമായിരിക്കും, എമ്പുരാൻ 2, അതായത് ലൂസിഫർ 2 അതേപോലെ ഒരു പടമായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതായത് അതായത് മലയാളികളുടെ ഒരു KGF എന്ന് വിശേഷിക്കാവുന്ന ഒരു പടം, അതാണ് എമ്പുരാൻ എന്ന് പറഞ്ഞേക്കുന്നത്. അതേപോലൊരു ക്വാളിറ്റി പടം, അതേപോലൊരു ക്വാളിറ്റി ടീസർ. ഈ ലാലേട്ടൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എന്ന് വെച്ചാൽ കുറേ വർഷമായി പുള്ളി ഒന്ന് സ്റ്റാൻഡായിട്ട്. കാരണം അതിനുശേഷമുള്ള പടം, അതായത് ഒടിയന് ശേഷം ഇറങ്ങിയ പടങ്ങൾ മൊത്തം ഫ്ലോപ്പായിരുന്നു, ഇപ്പം നേരെ ഒഴിച്ചിട്ട്. പക്ഷേ എനിക്ക് അന്നേരം അറിയാം ഈ എമ്പുരാൻ തന്നെ ആയിരിക്കും മലയാളത്തിൽ ഒരു നേരത്തെ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് ഇതുപോലെ ഉണ്ണിമുകുന്ദനെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു പാൻ ഇന്ത്യൻ ഒരു പടം കിട്ടിയിട്ടുണ്ട്, ഒരു മാസം ഒരു പടം വന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് എമ്പുരാനായിരിക്കും. ഇതാണ് ലാലേട്ടൻ്റെ ഒരു പടം എന്ന് പറഞ്ഞാൽ. നല്ല കിടിലൻ തിരിച്ചു വരവായിരിക്കും. പക്ഷേ നല്ലൊരു റെസ്പോൺസ് ഒക്കെ ആയിരുന്നെങ്കിൽ പടം കയറി കത്തും. കാരണം ലാലേട്ടൻ്റെ പടം അറിയാലോ, ചെറിയൊരു പോസിറ്റിവിറ്റി കഴിഞ്ഞാൽ പടം കയറി കൊളുത്തും. ഇതിനു മുമ്പ് ബാറോസ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും അത് പോയി, അത് നമുക്ക് തന്നെ അറിയാലോ. പക്ഷേ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാം. ഇപ്പം തുടരൂ എന്ന് പറഞ്ഞൊരു പടം ഇപ്പം ഈ മാസം റിലീസാക്കാൻ വെച്ചിരുന്നു ഞാൻ. അപ്പോൾ ഇപ്പം ലാലേട്ടനെ എല്ലാവരും ലൂസിഫർ ഇറങ്ങിക്കഴിഞ്ഞ് സ്റ്റീഫനായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ തുടരൂ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു മാസിൻ്റെ ഒരു പവർ അങ്ങ് നഷ്ടമാവും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് തുടരൂ ഒന്ന് റിലീസാക്കി വിട്ടാൽ നല്ലതായിരിക്കും. ടീസറിലോട്ട് വരുവാണെങ്കിൽ ടീസറിനകത്ത് എന്ന് വെച്ചാൽ ലൂസിഫറിനകത്തെ കുറച്ച് സീനുകൾ ഡയലോഗ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ടോവിനോയുടെ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്, മഞ്ജു വാര്യരുടെ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്, പിന്നെ ലാലേട്ടൻ്റെ സ്റ്റീഫനെയും പിന്നെ എബ്രഹാം ഖുറേഷിയെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എന്ന് വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും പിടിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൊക്കേഷനാണ്. എന്തോ കിടിലൻ ലൊക്കേഷനും ഫ്രെയിമും എടുത്ത് വെച്ചേക്കുന്ന കണ്ടില്ല. അതിനകത്ത് നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തതായതുകൊണ്ട് അത്രയും ക്വാളിറ്റിയാണ്. ഇപ്പം കുറേ ഡയറക്ടർമാരുണ്ട് ഈ വാരിസിൻ്റെ ഒക്കെ ചെയ്ത് അറിയാം, കുറേ ഒരു 50 രൂപയുടെ ഫ്ലെക്സ് എടുത്ത് കുറേ കെട്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനകത്ത് നല്ലോണം പണി എടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് വേണ്ടത്. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ വർഷത്തിൽ 1-2 പടങ്ങളെ മലയാളത്തിൽ നിന്ന് ഇതുപോലെയൊക്കെ പ്രതീക്ഷിക്കാവൂ. പക്ഷേ അത് അത്രയും നല്ല ക്വാളിറ്റിയിലോട്ട് ഇറക്കി വിട്ടാൽ കിടിലനായിരിക്കും. നമ്മൾ ഈ ഒരു മലയാളത്തിനെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിനു മുമ്പൊക്കെ നമ്മുടെ KGF എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് തള്ളിയിട്ടുണ്ടായിരുന്നു ഓരോ പടങ്ങളും കൊണ്ടുവന്ന്. ഇത് കാണണം, ഇതാണ് പടം. പിന്നെ ഈ ഒരു പടം ഇപ്പോൾ തെലുങ്കിൽ ആരെങ്കിലും എടുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ മലയാളത്തിലായി നമ്മൾ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നല്ല കിടിലൻ സിനിമകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പടം തെലുങ്കിൽ വല്ലതും ചെയ്തായിരുന്നു ഇപ്പം 400-500 കോടിക്ക് ഉള്ളൊരു പടമായേനെ. ഇത് നമ്മൾ ഈ ഒരു മലയാളത്തിലായതുകൊണ്ട് നല്ല ഒരു ഔട്ട്പുട്ട് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ നല്ല ഹാപ്പിയാണ് ഈ ഒരു ടീസർ കണ്ടിട്ട്. പിന്നെ എൻ്റെ ഒരു സജഷൻ ആയിരിക്കാം ഇതിൻ്റെ ട്രെയിലർ. ഇപ്പോൾ ഈ ടീസർ കണ്ടിട്ട് തന്നെ ഒരു ട്രെയിലറിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ട്രെയിലർ ഇറക്കാതെ ഇനി ഒരു പടം റിലീസാക്കിയാൽ നല്ലതായിരിക്കും. കാരണം ഇനി നമുക്ക് ഇതിനകത്തുണ്ട്, ട്രെയിലറിനകത്തുള്ള മിക്ക കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നല്ല മേക്കിങ്ങും എല്ലാം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം വെച്ച് നോക്കുന്നത് ഞാനിപ്പോൾ ഒരു സ്റ്റൈൽ, ഇപ്പം എൻ്റെ ഒരു സ്റ്റൈൽ ഞാനിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുപോലെ വലിയ പടത്തിൻ്റെയൊക്കെ എനിക്ക് ട്രെയിലർ ഞാൻ അത്യാവശ്യം കാണും. അല്ലാത്തുള്ള പടങ്ങളുടെ ആണെങ്കിൽ ട്രെയിലർ ഒന്നും ഞാൻ കാണത്തില്ല. ഫുള്ള് ബ്ലൈൻഡായിട്ട് പോയിരുന്ന് പടം കാണും. അത്രയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ട്രെയിലർ കാണാതെ പോയി പടം കാണുവാണെങ്കിൽ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെ ഒരെണ്ണമാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് തന്നെ നമുക്ക് കിട്ടും. അപ്പം ഇപ്പം അത്യാവശ്യം അതിൽ കൂടുതൽ ഹൈപ്പ് ഉണ്ട്. ഇനി വെളിയിലിറങ്ങി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഇപ്പം ലാലേട്ടനൊക്കെ ഈ ബറോസ് ചെയ്യുന്നതിൻ്റെ നോർത്തിലൊക്കെ പോയി ഇതിനൊക്കെ നല്ല പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ പടം കയറി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ലാലേട്ടൻ നോക്കണ്ട, അടുത്ത പാൻ ഇന്ത്യൻ സ്റ്റാർ ലാലേട്ടൻ. ഒരു കാര്യം കൂടി ഞാൻ പറയുക, ഇതിപ്പം എമ്പുരാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോളിവുഡിൻ്റെ ഒരു പടമാണ്, എന്ന് വെച്ചാൽ ബിഗ് ബഡ്ജറ്റ് ഒരു പടമാണ്.
പക്ഷേ ഇതിനകത്ത് കുറേ റൂമേഴ്സ് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അന്യഭാഷയിലുള്ള കുറച്ച് വലിയ ആക്ടർമാർ, അതായത് പ്രഭാസൊക്കെ ഗസ്റ്റ് റോളിലൊക്കെ വരുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അതിന് എതിരാ, ഉള്ള കാര്യം പറയാമല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു പടമാണെങ്കിൽ ഇപ്പം ലാലേട്ടനെ വെച്ച് തന്നെ അത് പ്രൊമോട്ട് ചെയ്യണം. അല്ലാതെ ഇപ്പം പ്രഭാസ് കൊണ്ടുവന്നിട്ട് വേറെ അവിടെയൊക്കെ അവരുടെ നാട്ടിലൊക്കെ കൊണ്ടുപോയി പ്രൊമോട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ആക്ടർമാരെ അങ്ങനെ കൊണ്ടുവരുന്നത് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതേപോലെ ആണോ ഈ ബാഹുബലി ഇവിടെ കൊണ്ടുവന്ന് അതിനകത്ത് നമ്മുടെ ഏതെങ്കിലും ആക്ടർമാരുണ്ടായിട്ടാണ് ഇതിവിടെ വലിയ ഹിറ്റായത്. അതുപോലെ KGF യാഷിനെ തന്നെ തിരിച്ചറിയാൻ തുടങ്ങിയത് ഇവിടെ KGF ഇറങ്ങിയപ്പോൾ തന്നെ, അല്ലാതെ അതിനകത്ത് വേറെ ആരെയും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അതുപോലെ ഓരോ ആക്ടർമാരെ ഇവിടെ കൊണ്ടുവന്ന്, ഇപ്പോൾ കാന്താര ഇത് ഋഷഭ് ഷെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഹിറ്റ് അടിച്ചിട്ട് പോയി. അതിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതേപോലെ നമ്മുടെ ആക്ടർമാരെ അവിടെ പ്രൊമോട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. സാധാരണ ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇത് മനഃപൂർവ്വം ചില സിനിമകൾ നല്ല സിനിമയാണെന്ന് പ്രതീക്ഷിച്ച് പോകുമ്പോൾ ചിലപ്പം നമുക്ക് ഭയങ്കര നിരാശ കിട്ടും. അപ്പോൾ അത് ഞാൻ വന്ന് ഇതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഈ മേക്കിംഗ് ഇതുപോലത്തെ പടങ്ങളൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ സിനിമ കണ്ടിട്ട് അതിൻ്റെ കഥ മാത്രം ആരുടെ പടമാണെന്ന് നോക്കുമായിരുന്നു. അതായത് ഏത് ആക്ടറുടെ പടമാണെന്ന് നോക്കിയായിരിക്കും പടം കാണാൻ പോകുന്നത്. പിന്നെ ഞാനൊരു +2 ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ടെക്നിക്കൽ വശം നല്ലോണം ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഒരു ഷോട്ട് ഉണ്ട്, ഒരു സിനിമ എന്നുവെച്ചാൽ ഇതുപോലെ വലിയ പടത്തിനായിരിക്കും അതേപോലെയൊക്കെയുള്ള വിഷ്വൽ എഫക്റ്റ് ഉള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ പണ്ട് 2012 കാര്യം വന്നേ പറയുന്നത്, 12 ആ സമയം തൊട്ട് ഇതുപോലെ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നല്ലോണം ഞാൻ കാണും. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഷോട്ടുകൾ ഇതുപോലൊക്കെ എടുക്കാൻ നല്ല ഇഷ്ടം. അതായത് അപ്പോൾ അതിനകത്തോട്ട് എന്ന് വെച്ചാൽ ഈ ഷോട്ടൊക്കെ എങ്ങനെ എടുക്കും, നമ്മൾ സിനിമ കാണുമ്പോൾ ഈ ഒരു ഷോട്ടൊക്കെ എങ്ങനെ എടുക്കും, അങ്ങനെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ടെക്നിക്കൽ വശത്തിലോട്ട് തിരിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ഡയറക്ടർമാരുടെ സ്റ്റൈൽ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പം തിയേറ്ററിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പടം കാണാൻ പോകുന്നത്. അങ്ങനെ പടം കാണാൻ പോകുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പം ഞാൻ ഒന്നും കാണാതെ ചിലപ്പം പടം കാണാൻ പോകുന്നത് അതിനകത്ത് എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം ഷോട്ടുകളെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എല്ലാത്തിൻ്റെ ഷോട്ടുകൾ ശ്രദ്ധിക്കാറുണ്ട്. അത്യാവശ്യം എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അറിയാത്തത്. പിന്നെ സോങ്ങിൻ്റെ ചില കാര്യങ്ങളും അതൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ ബാക്കിയെല്ലാ കാര്യത്തിലും അത്യാവശ്യം നല്ല പിടുത്തമുണ്ട്. അത് വെച്ചാണ്, അല്ലാതെ ഞാൻ ചുമ്മാതെ പോയി വന്നിരുന്ന് ഒന്നും പറയുന്നതല്ല. എനിക്ക് എൻ്റെ മനസ്സിൽ ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് തോന്നി, അതേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് നല്ല കിടിലൻ വർക്കായിട്ടാണ് തോന്നിയത്. നിങ്ങളിത് നല്ല എന്ന് വെച്ചാൽ പൃഥ്വിരാജ് ഇതിൻ്റെ പുറകിൽ നല്ലൊരു എഫേർട്ട് എടുത്ത് നല്ലോണം പഠിച്ച് അടിപൊളിയായിട്ട് ചെയ്തതിൻ്റെ കൂട്ടുണ്ട്. അല്ലാതെ ചിലവരൊക്കെ ഉണ്ട്, ചില ഡയറക്ടർമാരൊക്കെ ഉണ്ട്, ചിലപ്പോൾ ക്യാനവനിൽ കിടന്ന് ഉറങ്ങിയിട്ട് അതിൻ്റെ അസിസ്റ്റന്റ്മാർ വർക്ക് ചെയ്തിട്ട് ഇറക്കുന്നവരൊക്കെ ഉണ്ട്. അതേപോലെയല്ല, ഇതിൻ്റെ പുറകിൽ നിന്ന് നല്ല വർക്ക് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മമ്മൂക്ക പറഞ്ഞതിൻ്റെ തൊട്ട് പൃഥ്വിരാജ് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എമ്പുരാൻ ഒരു ചെറിയ പടമാണ്. പക്ഷേ ഇത്രയും ഒരു ചെറിയ പടം മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ടായിരുന്നു വന്നിട്ടുള്ളത്. നല്ല വർക്ക് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി പടവും നല്ലതാവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.